തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷയ്ക്ക് വഴി നൽകിയില്ലെന്ന് ആരോപിച്ച് ഹോട്ടൽ ജീവനക്കാർക്ക് ക്രൂരമർദ്ദനം. ചത്തന്നൂർ സ്വദേശി അബി, ചിറയൻകീഴ് സ്വദേശി ദിവ്യ എന്നിവർക്ക് പരിക്കേറ്റു. കഴക്കൂട്ടത്തെ കോൺഗ്രസ് ഭാരവാഹി ഷാജിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദേവൻ എം പി ചേരുന്നുണ്ട്. ദേവൻ, എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കലാശിക്കാനുണ്ടായ സാഹചര്യം? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എത്തരത്തിലാണ്? അതുപോലെ തന്നെ അക്രമികളെ തിരിച്ചറിയാനായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6:30 കൂടിയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഈ ആക്രമണം സംഭവിക്കുന്നത്. കഴക്കൂട്ടം ദേശീയപാതയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന അൽസാജ് ഹോട്ടലിലെ ജീവനക്കാർക്കാണ് ഈ മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ ചാത്തന്നൂർ സ്വദേശി അഭി, ഒപ്പം തന്നെ ചിറയൻകീഴ് സ്വദേശി ദിവ്യ എന്നീ രണ്ടുപേർക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കഴക്കൂട്ടം കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹിയായിട്ടുള്ള ഷാജിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ഇരുവരും ജോലി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുകയെ എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് നൽകിയില്ല, അല്ലെങ്കിൽ വഴി നൽകിയില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇരു വിഭാഗങ്ങൾ തമ്മിലും ഒരു ചെറിയ വാക്കുതർക്കമുണ്ടായി. പിന്നീട് ഈ ഹോട്ടൽ ജീവനക്കാരായിട്ടുള്ള അഭിയും ഒപ്പം തന്നെ ദിവ്യയും തിരികെ ഹോട്ടലിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഷാജി വീണ്ടും ഈ ഹോട്ടലിന് മുന്നിലേക്ക് എത്തുകയും ഇവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വീണ്ടും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്ക് നീങ്ങിയ സമയത്ത് അബിയുടെ ഒപ്പമുണ്ടായിരുന്ന യുവതിയായിട്ടുള്ള ദിവ്യ അതിലിടപെട്ടുകൊണ്ട് തന്നെ ഈ തർക്കം പരിഹരിക്കാനും ഇരുവരും തമ്മിലുള്ളൊരു സംഘർഷത്തിലേക്ക് കടക്കാതിരിക്കാനും പരമാവധി ശ്രമിച്ചു. പക്ഷേ ഷാജി പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കൂടി അവിടേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് വലിയൊരു സംഘം അവിടെ എത്തുകയും അബിയെയും ഒപ്പം തന്നെ യുവതിയായിട്ടുള്ള ദിവ്യയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇരുവരെയും അതിക്രൂരമായി തന്നെ മർദ്ദിച്ചു. ഒപ്പം തന്നെ താഴെ വീണ അബിയെ അവിടെ ഉണ്ടായിരുന്ന തറയോട് എടുത്തുകൊണ്ട് വീണ്ടും തലക്കടിക്കുകയും ഒപ്പം തന്നെ യുവതിയുടെ വയറ്റിൽ ചവിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇരുവരും ആക്രമണത്തിൽ റോഡിൽ നിലത്ത് വീണിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും ആക്രമണം നിർത്താൻ ഈ ഷാജിയും ഒപ്പം തന്നെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും തയ്യാറായില്ല. പിന്നെയും തുടർന്ന് മർദ്ദിച്ചു. ഏതായാലും ഇരുവരും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തറയോടുകൊണ്ടുള്ള മർദ്ദനത്തിൽ അബിയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് സംബന്ധിച്ച് കഴക്കൂട്ടം പോലീസിൽ ഇരുവരും പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം കഴക്കൂട്ടം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും ദൃക്സാക്ഷി മൊഴികളിൽ നിന്നും മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കുക. അതേസമയം ഈ മർദ്ദനത്തിൽ തനിക്ക് പരിക്കേറ്റതായി കാണിച്ചുകൊണ്ട് തന്നെ ഷാജി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. ഏതായാലും ഈ CCTV ദൃശ്യങ്ങളുടെ ഒപ്പം തന്നെ സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമ നടപടി സ്വീകരിക്കുക എന്നാണ് കഴക്കൂട്ടം പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശരി, വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരുന്നത്. ദേവൻ എം പിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.